കേരളത്തിന്റെ ഭൂപടം അപ്പാടെ വെട്ടിമുറിക്കപ്പെടുകയാണ്. വെറും ഒരു ഭരണപരമായ മാറ്റമല്ല, മറിച്ച് കേരളം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രീണനത്തിന്റെ തിരക്കഥ. ഇപ്പോൾ തിരുവനന്തപുരത്തെ ഭരണസിരാ കേന്ദ്രത്തിൽ നിന്നും എഴുതപ്പെട്ടിരിക്കുന്ന വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കാസർഗോഡ് ജില്ല രൂപീകരിച്ച് കൃത്യം 42 വർഷങ്ങൾക്ക് ശേഷം പെട്ടെന്നൊരു ദിവസം എന്തിനാണ് പുതിയ 4 ജില്ലകൾ കൂടി പ്രഖ്യാപിക്കാൻ VD സതീശൻ സർക്കാർ ഇത്ര തിടുക്കം കൂട്ടുന്നത്? മലപ്പുറം വിഭജനം എന്ന കാലാകാലങ്ങളായിട്ടുള്ള ആവശ്യത്തിന് കുടപിടിക്കാൻ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം പടച്ചുവിട്ടതാണോ ഈ മൂവാറ്റുപുഴയും ഷൊർണൂരും തിരുവനന്തപുരം വിഭജനവും എല്ലാം? ഇത്തരത്തിൽ കാത്തിരുന്നത് ഒരു ഭരണമാറ്റമാണെങ്കിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വഷളായ രൂപമാണ്. 14 നിന്നും 18 ജില്ലകളിലേക്കുള്ള ഈ മാറ്റത്തിന് പിന്നിലെ യഥാർത്ഥ അജണ്ട എന്ത്? ആരാണ് ഈ മാസ്റ്റർ പ്ലാനിന് പിന്നിൽ കളിക്കുന്നത്? ഇന്ന് നമ്മൾ പൊളിച്ചെടുക്കാൻ പോകുന്നത് VD സതീശൻ സർക്കാരിന്റെ കഴിഞ്ഞ ദിവസം അദ്ദേഹം പടച്ചുവിട്ട ആ നാടകങ്ങളെക്കുറിച്ചാണ്. വീഡിയോ മുഴുവനായും കാണുക, കാരണം ഇതിൽ നിങ്ങൾ അറിയാത്ത പല വൻ രാഷ്ട്രീയ അടിയൊഴുക്കുകളുമുണ്ട്. UDF അധികാരത്തിൽ വന്നാൽ അവരുടെ ഘടകകക്ഷികളെയും ചില സമുദായ നേതാക്കളെയും പ്രീണിപ്പിക്കാൻ ചില വിട്ടുവീഴ്ചകൾ ചെയ്യുമെന്ന് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർക്കും സാധാരണക്കാർക്കും ഒരുപോലെ ഉറപ്പുള്ള കാര്യമായിരുന്നു. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതാണത്. എന്നാൽ ആ പ്രീണനം ഇത്രത്തോളം തരം താഴ്ന്ന തലത്തിലേക്ക്, ഒരു സംസ്ഥാനത്തിന്റെ ഭൂമിശാസ്ത്രത്തെ തന്നെ പൂർണ്ണമായും മാറ്റിമറിക്കുന്ന തരത്തിലേക്ക് മാറുമെന്ന് സത്യത്തിൽ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. VDയിൽ അല്പമെങ്കിലും പ്രതീക്ഷ ജനങ്ങൾക്കുണ്ടായിരുന്നു. VD സതീശൻ എന്ന നേതാവ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉയർത്തിപ്പിടിച്ച ആദർശങ്ങളും മുഖ്യമന്ത്രി കസേരയിൽ എത്തിയപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ഈ രാഷ്ട്രീയ നാടകങ്ങളും തമ്മിൽ അജഗജാന്തരമുണ്ട്. കേവലം ഭരണസൗകര്യം എന്നൊരു സുന്ദരമായ ലേബൽ ഒട്ടിച്ച് ഒരു പഠന കമ്മീഷനെ പ്രഖ്യാപിച്ചുകൊണ്ട് സതീശൻ സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് കേരളം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച രീതിയിൽ പ്ലാൻ ചെയ്ത ഒരു രാഷ്ട്രീയ പ്രഹസനമാണ്. ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഈ വിഭജന നാടകത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം മറ്റൊന്നുമല്ല, അത് മലപ്പുറം ജില്ലയുടെ വിഭജനമാണ്. ജനസംഖ്യയിൽ ഏറ്റവും മുന്നിലുള്ള മലപ്പുറം ജില്ല വിഭജിക്കണമെന്നത് കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ്. ആരുടേത്? ഇന്ത്യൻ യൂണിയൻ, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള UDFലെ പ്രബല കക്ഷികളുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണത്. പുതിയ പദ്ധതി പ്രകാരം മലപ്പുറം ജില്ലയെ വിഭജിച്ച് തിരൂർ, തിരൂരങ്ങാടി, പൊന്നാനി താലൂക്കുകൾ ചേർത്തുള്ള തിരൂർ ജില്ലയും ബാക്കി ഭാഗങ്ങൾ ചേർത്ത് മഞ്ചേരി ആസ്ഥാനമായിട്ടുള്ള മറ്റൊരു ജില്ലയും രൂപീകരിക്കാനാണ് പ്രധാനമായിട്ടും നീക്കം നടക്കുന്നത്. തീർച്ചയായും മലപ്പുറത്ത് വലിയ ജനസംഖ്യയുണ്ട്, അവിടെ വികസന മുരടിപ്പുണ്ട്. അതൊക്കെ സത്യം തന്നെ ആകാം. എന്നാൽ ഇവിടെ ഉയർന്ന ചോദ്യം അതൊന്നുമല്ല. മലപ്പുറം മാത്രം വിഭജിച്ചാൽ അത് കേരളത്തിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുവെന്ന് VD സതീശനും UDFനും കൃത്യമായിട്ട് അറിയാം. വർഗീയ പ്രീണനം എന്ന ആരോപണം അതിശക്തമായി തന്നെ പൊതുസമൂഹത്തിൽ നിന്നും ഉയരും. ഭൂരിപക്ഷ സമുദായങ്ങളുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴുമെന്ന ആശങ്കയും മുന്നണിക്കുണ്ട്. അപ്പോൾ ഒരു വലിയ തിരിച്ചടി ഭയന്നാണ് മലപ്പുറം വിഭജനം എന്ന തങ്ങളുടെ യഥാർത്ഥ അജണ്ടയെ വിദഗ്ധമായി ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടി മാത്രം മറ്റ് 3 ജില്ലകൾക്ക് കൂടി പേരുകൂടി സർക്കാർ ഇപ്പോൾ വലിച്ചിട്ടിരിക്കുന്നത്. എത്ര ബുദ്ധിപരമായിട്ടാണ് ഈ പ്രഹസനം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് ഒന്ന് നോക്കുക. മലപ്പുറം വിഭജനത്തിനെതിരെ കേരളത്തിൽ ആരും ശ്രദ്ധിക്കാതിരിക്കാൻ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഓരോ വികസന സ്വപ്നങ്ങൾ എറിഞ്ഞു കൊടുക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. VDയുടെ ബുദ്ധി അപാരം തന്നെ. തിരുവനന്തപുരം ജില്ലയുടെ അതിരുകൾ പുനഃക്രമീകരിച്ച് കാട്ടാക്കട, നെയ്യാറ്റിൻകര താലൂക്കുകൾ ഉൾപ്പെടുത്തി പുതിയൊരു ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യത്തിന്മേൽ കമ്മീഷൻ അനുകൂല നിലപാട് സ്വീകരിച്ചേക്കുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. വിസ്തൃതിയും ജനസാന്ദ്രതയും ഏറെയുള്ള തിരുവനന്തപുരത്തിന്റെ ഗ്രാമീണ മലയോര മേഖലകളിലെ വികസനം എന്നൊക്കെയാണ് ഇതിനു പുറമെ പറയുന്ന ന്യായീകരണം. എന്നാൽ ഇതിന് പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയം ആ മേഖലയിലെ ശക്തമായ ഒരു സമുദായ വോട്ട് ബാങ്കിനെ, പ്രത്യേകിച്ചും നാടാർ ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകളെ UDFനൊപ്പം എന്നേക്കുമായി ഉറപ്പിച്ചു നിർത്തുക എന്നത് മാത്രമാണ്. അവിടെ ഇടതുപക്ഷത്തിനോ BJPക്കോ ഭാവിയിലൊരു മുന്നേറ്റം ഉണ്ടാകാൻ പാടില്ല. അതിനായി ഇതാ നിങ്ങൾക്ക് സ്വന്തമായൊരു ജില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വമ്പൻ ഓഫർ മുന്നോട്ട് വയ്ക്കുകയാണ് VD സതീശൻ ചെയ്യുന്നത്. ഇനി നമുക്ക് മധ്യ കേരളത്തിലേക്ക് വന്നാൽ കാര്യങ്ങൾ ഇതിലും വ്യക്തമാണ്. 40 വർഷം മുമ്പ് സാക്ഷാൽ K കരുണാകരൻ പ്രഖ്യാപിച്ച മൂവാറ്റുപുഴ ജില്ല എന്ന പഴയ സ്വപ്ന പദ്ധതിയാണ് ഇപ്പോൾ വീണ്ടും ഈ പഠന കമ്മീഷനിലൂടെ ഫയലുകളിൽ നിന്നും ജീവൻ വയ്ക്കുന്നത്. ഇടുക്കിയിലെ ദേവികുളം, തൊടുപുഴ നിയോജക മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ, കോതമംഗലം, പിറവം മണ്ഡലങ്ങളും പെരുമ്പാവൂരിന്റെ ചില ഭാഗങ്ങളും ഉൾപ്പെടുത്തി പുതിയ ജില്ല വേണമെന്നാണ് നിവേദനം. എറണാകുളം, ഇടുക്കി ജില്ലകളിലെ അതിർത്തി മേഖലകളിലെ ജനങ്ങൾക്ക് കൊച്ചിയും പൈനാവും വരെയുള്ള ദീർഘദൂര യാത്ര ഒഴിവാക്കാൻ മൂവാറ്റുപുഴ ജില്ല വരുന്നതോടെ സാധിക്കുമത്രേ. ഒറ്റ നോട്ടത്തിൽ ഇത് വളരെ ന്യായമായ, സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനമായിട്ടൊക്കെ തോന്നാം. എന്നാൽ ഈ അതിർത്തികൾ ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാകും കേരള കോൺഗ്രസ് ഗ്രൂപ്പുകൾക്കും മധ്യ കേരളത്തിലെ ശക്തമായ സഭാ നേതൃത്വങ്ങൾക്കും പൂർണ്ണമായും തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പുതിയ രാഷ്ട്രീയ സാമ്രാജ്യമാണ് മൂവാറ്റുപുഴ ജില്ലയിലൂടെ സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത് എന്ന്. തങ്ങളുടെ മുന്നണിയിലുള്ള കക്ഷികളെയും പിന്തുണയ്ക്കുന്ന സമുദായിക നേതൃത്വങ്ങളെയും തൃപ്തിപ്പെടുത്താൻ ഇതിലും മികച്ചൊരു പ്രീണന തന്ത്രം വേറെ എവിടെ നിന്നും കിട്ടാനാണ്? ഇതുകൊണ്ടൊന്നും തീർന്നില്ല.
പാലക്കാട് ജില്ല വിഭജിച്ച് ഷൊർണൂർ ആസ്ഥാനമായി പുതിയ ജില്ല രൂപീകരിക്കണമെന്നും മലബാറിലെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യമായ കോഴിക്കോട് ജില്ലയിലെ വടകര, നാദാപുരം, കുറ്റ്യാടി, പേരാമ്പ്ര ഭാഗങ്ങൾ ചേർത്ത് പുതിയൊരു ജില്ല ഉണ്ടാക്കണമെന്നുമൊക്കെയാണ് ഇപ്പോൾ കമ്മീഷന്റെ പരിഗണനാ പരിധിയിൽ വരുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതായത് 1984 കാസർഗോഡ് ജില്ല രൂപീകരിച്ചതിനു ശേഷം കഴിഞ്ഞ 42 വർഷമായി കേരളത്തിൽ പുതിയ ജില്ലകളൊന്നും ഉണ്ടായിട്ടില്ല. കാലാകാലങ്ങളിൽ മാറി മാറി വന്ന ഇടത് വലത് സർക്കാരുകൾക്കൊന്നും അന്നൊന്നും തോന്നാത്ത ഈ ഭരണ സൗകര്യം VD സതീശൻ അധികാരത്തിൽ കയറിയ ഉടനെ പെട്ടെന്ന് എങ്ങനെ തോന്നി? ഇത് കേവലം വികസനമോ ഭരണ സൗകര്യമോ ഒന്നുമല്ല, തികച്ചും രാഷ്ട്രീയ അടിയൊഴുക്കുകൾ മാത്രമാണ്. ഭരണ സൗകര്യം എന്നത് കേവലം ജനങ്ങളെ പറ്റിക്കാനുള്ളൊരു മുഖംമൂടി മാത്രമാണ്. വോട്ട് ബാങ്ക് സമവാക്യങ്ങളെ തങ്ങൾക്ക് അനുകൂലമായി മാറ്റുക, ഭാവിയിൽ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അതത് മേഖലകളിലെ സീറ്റുകൾ ഭദ്രമാക്കുക എന്ന ഗൂഢലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിലുള്ളത്. ഇനി ഈ തീരുമാനത്തിന്റെ ഏറ്റവും ഭയാനകമായ സാമ്പത്തിക വശം കൂടി നമ്മളൊന്ന് പരിശോധിക്കണം. കേരളത്തിന്റെ സാമ്പത്തിക നില എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും കൃത്യമായി കൊടുക്കാൻ പോലും പലപ്പോഴും നമ്മുടെ സർക്കാരിന് സാധിക്കുന്നില്ല. സർക്കാരിന്റെ ധവളപത്രത്തിൽ തന്നെ പറയുന്നത് 10,000 കോടി രൂപയുടെ ബാധ്യതകളാണ് സംസ്ഥാനത്തിനുള്ളത് എന്നാണ്. 21,670 കോടി രൂപയുടെ DO കുടിശ്ശിക കിടക്കുന്നുവെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്ക് നടുവിലാണ് കോടിക്കണക്കിന് രൂപയുടെ പുതിയ ബാധ്യത വരുത്തിവെക്കുന്ന പുതിയ 4 ജില്ലകൾ പ്രഖ്യാപിക്കാൻ ഈ സർക്കാർ ഒരുങ്ങുന്നത്. ഒരു പുതിയ ജില്ല ഉണ്ടാകുക എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? പുതിയൊരു കളക്ടറേറ്റ് കെട്ടിടം, ജില്ലാ പോലീസ് മേധാവികളുടെ ഓഫീസ്, ജില്ലാ കോടതികൾ, മെഡിക്കൽ ഓഫീസുകൾ, വാഹനങ്ങൾ, പുതിയ സർക്കാർ ജീവനക്കാർ, ഇതിനൊക്കെയുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തും? സാധാരണക്കാരന് നടുവൊടിക്കുന്ന നികുതികൾ ചുമത്തിക്കൊണ്ട് തന്നെ ജനങ്ങളെ സാമ്പത്തികമായി കൊള്ളയടിച്ച് തങ്ങളുടെ സിൽബന്ധികളെയും ഘടകകക്ഷികളെയും പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ഈ ജില്ലാ വിഭജനം ഒരു കാരണവശാലും ന്യായീകരിക്കാൻ സാധിക്കില്ല. VD സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾ ഇതിനേക്കാൾ മികച്ച എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു. ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം കൊണ്ടുവരുമെന്നും അഴിമതിക്കും പ്രീണനത്തിനും അതീതമായി തികച്ചും ബോൾഡായി പ്രവർത്തിക്കുമെന്നൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങൾ. എന്നാൽ അധികാരത്തിന്റെ മധുരം നുണഞ്ഞു തുടങ്ങിയപ്പോൾ അപ്പം തന്നെ യഥാർത്ഥ നിറം പുറത്തു വന്നിരിക്കുകയാണ്. ലീഗിനെ പേടിച്ച്, കേരള കോൺഗ്രസുകളെ പേടിച്ച്, സമുദായ നേതാക്കളെ പേടിച്ച് കേരളത്തിന്റെ ഭൂപടം തന്നെ മാറ്റി വരയ്ക്കുന്ന തലത്തിലേക്ക് ഒരു മുഖ്യമന്ത്രി ചുരുങ്ങിയിരിക്കുന്നു. മലപ്പുറം വിഭജിക്കുകയാണെങ്കിൽ അത് തുറന്നു പറയാനുള്ള ആർജവം സർക്കാർ കാണിക്കണമായിരുന്നു. ജനസംഖ്യാ കണക്കുകൾ വെച്ച് അതിന് ശാസ്ത്രീയമായ കാരണങ്ങൾ നിരത്തണമായിരുന്നു. അതല്ലാതെ മലപ്പുറം വിഭജിക്കുന്നത് കണ്ടില്ലെന്ന് നടിക്കാൻ വേണ്ടി മൂവാറ്റുപുഴയും തിരുവനന്തപുരവും വിഭജിക്കുമെന്ന് പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഈ തന്ത്രം ആധുനിക കേരളം കണ്ട ഏറ്റവും വില കുറഞ്ഞ രാഷ്ട്രീയ നാടകമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തും. ഇതൊരു സസ്പെൻസ് ത്രില്ലർ സിനിമയിലെ ഇന്റർവെൽ പഞ്ച് പോലെയാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. ബജറ്റിൽ കമ്മീഷനെ വെച്ചു എന്ന് പറയുന്നത് തൽക്കാലം എല്ലാവരുടെയും വായടപ്പിക്കാം. പക്ഷേ കമ്മീഷൻ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്ന ദിവസമാണ് യഥാർത്ഥ രാഷ്ട്രീയ ബോംബ് കേരളത്തിൽ പൊട്ടാൻ പോകുന്നത്. ഈ പുതിയ 4 ജില്ലകളും നിലവിൽ വരുന്നതോടെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമിശാസ്ത്ര ഭൂപടത്തിൽ ചരിത്രപരമായ മാറ്റങ്ങളായിരിക്കും സംഭവിക്കുക. ഇത് വിവിധ മുന്നണികളുടെ വോട്ട് ബാങ്കുകളെ എങ്ങനെ സ്വാധീനിക്കുമെന്നും സാമുദായിക സമവാക്യങ്ങളെ എങ്ങനെ മാറ്റിമറിക്കുമെന്നും വരും കാലങ്ങളിൽ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഭരണ സൗകര്യം ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുക എന്നതിലുപരി ജനങ്ങളുടെ വോട്ട് എങ്ങനെ നേരിട്ട് തങ്ങളുടെ പെട്ടിയിലാക്കാമെന്നത് കൃത്യമായ മാസ്റ്റർ പ്ലാനാണ്. ഈ വിഭജന പ്രഹസനം, ജനസംഖ്യാ പ്രാതിനിധ്യം, വികസന മുരടിപ്പ്, ഇതൊക്കെ പറയുന്നത് കേൾക്കാൻ വളരെ നല്ല രസമുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഈ വോട്ട് ബാങ്ക് അജണ്ടകളെയും പ്രീണനങ്ങളെയും നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകും. അപ്പോൾ VD സതീശൻ സർക്കാരിൻ്റെ ഈ വമ്പൻ രാഷ്ട്രീയ നീക്കത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതൊരു നാടിൻ്റെ യഥാർത്ഥ ഭരണപരമായ ആവശ്യമാണോ അതോ തികഞ്ഞ രാഷ്ട്രീയ പ്രീണനമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ നന്ദി.